ഹായ് ഹലോ ഇറ്റ്സ് മീ ഷഹന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പം പ്രൈമാർക്ക് ഇവിടെ ദുബായ് മാളിൽ ഓപ്പൺ ആയിരുന്നു. ആദ്യം അവിടെ ഭയങ്കര റഷായിരുന്നു തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇപ്പം അത് മിർദിഫ് സിറ്റി സെൻറ്ററിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രൈമാർക്കിലുള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞാൻ ഏതൊരു ഷോപ്പിൽ ചെന്നാലും ആദ്യം നോക്കുന്നത് ഹോമിൻ്റെ സെക്ഷനായിരിക്കും. അവിടെ ഇങ്ങനെ കിച്ചണിലേക്ക് വേണ്ടിയ പ്ലേറ്റ്സോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ വട്ടം ഇവിടെ ഏതാണ്ട് 50% ഓഫർ നടപ്പുണ്ടായിരുന്നേ. അപ്പം ഈ പ്ലേറ്റ്സിനൊക്കെ 12, പിന്നെ ഈ ചെറിയ കപ്പിനൊക്കെ 9 ദിറംസ്, വലിയ പ്ലേറ്റ്സിനൊക്കെ 24, 30 ദിറംസ് ഒക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് ഡെക്കോർ ചെയ്യുന്ന കുറച്ച് പീസസ് ഉണ്ടായിരുന്നു. 30, 40, 45 അങ്ങനത്തെ പ്രൈസ് റേഞ്ചിലായിരുന്നു ഇതൊക്കെ ഉള്ളത്. പിന്നെ ഇങ്ങനെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ നമുക്ക് ഡെക്കോർ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കാണാൻ നല്ല രസമാണ്, പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടായിരുന്നു ഇതിനൊക്കെ. പിന്നെ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നേ. വാനില, സ്ട്രോബെറി, മാംഗോ, പിന്നെ മാംഗോ സോർബറ്റ്, പിന്നെ സീ സോൾട്ട്, ഇങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നേ. ഇത് ടേബിൾ മാറ്റാണ്. സിംഗിൾ പീസിന് 12 ദിറംസ് ആയിരുന്നു കേട്ടോ പ്രൈസ്. ഈ കപ്പിനും ആ ബൗളിനും ആ ഗ്ലാസ്സിനും ഒക്കെ 5 ദിറംസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഡിസ്നിയുടെയൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് ബാഗ്, ഷോർട്ട് ബാഗ്, സ്ലിംഗ് ബാഗ്, പൗച്ചസ്, പിന്നീട് ട്രോളി ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുമായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻസ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല റഷ് ഉണ്ടായിരുന്നു എല്ലാ സെക്ഷനിലും. എനിക്ക് തോന്നുന്നു ഹോമിൻ്റെ സെക്ഷനിൽ മാത്രമായിരുന്നു വലിയ തിരക്കില്ലായിരുന്നത്. ബാക്കി ഡ്രസ്സിൻ്റെയും അതായത് ഷൂസിൻ്റെ ഒക്കെ സെക്ഷനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പ്രീമിയം ഫിനിഷുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഈ ഹെയർ ക്ലിപ്സിനൊക്കെ 18 ദിറംസ്, 20 ദിറംസ്, 25 ദിറംസ് ഒക്കെ ആയിരുന്നു കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത്. ന്യൂ ബോൺസിനും ഇൻഫൻസിനും ഉള്ള അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളും, പിന്നീട് നല്ല ഡ്രസ്സും, കുഞ്ഞുങ്ങളുടെ തൊപ്പിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഡ്രസ്സസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിരുന്നു. പക്ഷേ അത്യാവശ്യം പ്രൈസ് റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ കീ ചെയിൻസ്, ബാഗിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, സ്ക്രഞ്ചീസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ
ഹോം സെൻറ്ററിൽ വന്നു. മൃത്യു സിറ്റി സെൻറ്ററിലുള്ള ഹോം സെൻറ്റർ തന്നെയാണ് കേട്ടോ. അപ്പം എപ്പോൾ പോയാലും എനിക്കിങ്ങനത്തെ ഹോം സെൻറ്ററിൽ കയറാൻ ഇഷ്ടമാണ്. നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഹോം സെൻറ്ററിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കാറ്. അത്യാവശ്യം ഡെക്കോർ പീസസ് ആണെങ്കിലും കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് എടുക്കാറ്. അപ്പം ഈ വട്ടം പോയപ്പോഴും വെറുതെ ഹോം സെൻറ്ററിൽ കയറി. നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട്. ഇതുപോലെ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാനും അത്യാവശ്യം കിച്ചണിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. ഈ പിൻറ്ററസ്റ്റ് എസ്തെറ്റിക് വൈബ്സൊക്കെ നോക്കിയിട്ട് ഡെക്കോർ ചെയ്യുന്ന അല്ലെങ്കിൽ കിച്ചൺ മേക്കോറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനങ്ങൾ ഇവിടെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നല്ല ഹാൻഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും നല്ല ക്യൂട്ടായിട്ടുള്ള കളർ തീമിലുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ നമ്മുടെ ജ്വല്ലറി ഓർഗനൈസറാണ്. ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. 150 dirhams, 160, 170, 200 dirhams അടുപ്പിച്ചൊക്കെ അതിന് പ്രൈസ് ഉണ്ട്. പിന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതുപോലെ ഹോം ഡെക്കോർ ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ കിട്ടും. അത് നല്ല രസമാണ് കേട്ടോ. ഈ പുതിയതായിട്ട് വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഐക്യ, ഹോം സെൻറ്റർ ഇങ്ങനെയൊക്കെയുള്ള ഷോപ്സിൽ പോകുന്നത് നന്നായിരിക്കും. കാരണം ഒരുപാട് ഐഡിയാസ് കിട്ടും. നല്ല ഡെക്കോർ ചെയ്യാനും ഓരോ റൂംസും നമുക്ക് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഐഡിയാസ് ഇവിടുന്ന് കിട്ടും. അങ്ങനെ വാങ്ങിക്കാൻ വന്ന സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച് അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് കുറച്ച് ക്രൗഡായി തുടങ്ങിയായിരുന്നു. നല്ല ഈവനിങ് സമയമൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം ക്രൗഡ് ആയിട്ട് മാറും. അപ്പോൾ പിന്നെ നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.